ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്. അതായത് ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ്. ചിലപ്പോൾ കൂടുതൽ പേരും ഇതിലേക്ക് വരാൻ മടിക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെ ആവാം. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റും മാക്രോ എക്കണോമിക്സും ഒക്കെ അറിഞ്ഞാൽ നമുക്കൊരു കൺവിക്ഷൻ കൂട്ടാം നമ്മൾ എടുക്കുന്ന ട്രേഡുകളിൽ. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഡെയിലി കുറച്ച് പൈസ എടുക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇനി ഇതെങ്ങനെ സാധ്യമാവും എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഞാൻ പറയാം. നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നതിനായി കുറച്ച് ടെക്നിക്കൽ അനാലിസിസും കുറച്ച് മാർക്കറ്റ് നോളജും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി ചെയ്യാവുന്ന കാര്യമാണ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. എന്നാലും അതിൽ കുറച്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, പ്രൈസ് ചാർട്ട്, 2-3 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇവയൊക്കെ പഠിച്ചാൽ നമുക്കും ഒരു ഇൻട്രാഡേ ട്രേഡ് ഈസി ആയിട്ട് എടുക്കാം. ടെക്നിക്കൽ അനാലിസിസ് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ആവശ്യം റിസ്ക് മാനേജ്മെൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, പിന്നെ പൊസിഷൻ സൈസിങ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഒരു ട്രേഡ് ചെയ്യുമ്പോൾ. അടുത്ത ഒരു മെയിൻ കാര്യമാണ് ഇമോഷൻ കൺട്രോളിങ്. എല്ലാ മനുഷ്യർക്കുമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഗ്രീഡ്, ഫിയർ, ആങ്സൈറ്റി, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു. ഇമോഷൻ കൺട്രോൾ വരുന്നത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാവാം, ചിലപ്പോൾ ചിലർക്ക് മാസങ്ങളെടുക്കും, മറ്റു ചിലർക്ക് കുറേ വർഷങ്ങളെടുത്താലും കിട്ടിയെന്ന് വരില്ല. എന്നാലും ഒരു എക്സ്പീരിയൻസ് ട്രേഡർ ആയാലും ചിലപ്പോഴൊക്കെ അവർക്കും പാളും. മനുഷ്യനല്ലേ, അങ്ങനെ സംഭവിക്കാം. ഇമോഷൻ കൺട്രോൾ ആക്ച്വലി ഒരു ഡീറ്റെയിൽ ടോപ്പിക്കാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇമോഷൻ കൺട്രോളിങ്ങിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നിങ്ങൾ വിചാരിക്കൂ, നിങ്ങളൊരു നിഫ്റ്റി ഒരു 150 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഓപ്ഷൻ 160 പോയപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അന്നൊരു മാർക്കറ്റ് ട്രെൻഡിങ് ആയ ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ ആ എടുത്ത ഓപ്ഷൻ ഒരു 300-350 പോയെന്ന് വരാം. നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? നഷ്ടബോധം വരാം. അന്നത്തെ ആ നഷ്ടബോധം കണ്ട് അടുത്ത ദിവസം ട്രേഡ് എടുക്കുമ്പോൾ അന്ന് മിസ്സായ പോയിന്റ് നെക്സ്റ്റ് ടൈം മിസ്സാവണ്ടെന്ന് വിചാരിച്ച് ഒരു ഹോപ്പിൽ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പോയാൽ കിട്ടിയ പ്രോഫിറ്റും പോയി ആ ഡേ ചിലപ്പോൾ ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ട്രെൻഡിങ് ആയിരിക്കണമെന്നില്ല. മാർക്കറ്റ് കൂടുതലും സൈഡ് വേസ് ആയിരിക്കും, ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഇതിനു വേണ്ടിയാണ് നമ്മളൊരു ട്രേഡിംഗ് സിസ്റ്റം ഫോളോ ചെയ്യേണ്ട ആവശ്യം. ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ട്രേഡിംഗ് സിസ്റ്റം നോക്കിക്കോളും നിങ്ങളെ കുഴിയിൽ ചാടിക്കാതിരിക്കാൻ. ഈ ട്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ചേർന്നാണ്. അതായത് എത്ര പോയിന്റ് SL എടുക്കണം, എത്ര പോയിന്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യണം, പിന്നെ കുറച്ച് റിസ്ക് മാനേജ്മെന്റ് റൂൾസും. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്താലും നമുക്കൊരു റൂൾ ബേസ്ഡ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ ബാക്കി ആ റൂൾ ബേസ്ഡ് സെറ്റപ്പ് നോക്കിക്കോളും. നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് എപ്പോഴും ട്രെൻഡിങ് ആയിരിക്കില്ല, അത് എപ്പോഴും ഒരു സൈഡ് വേസ് ആയിരിക്കും. ഇത്തരത്തിലുള്ള മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യേണ്ട രീതി സ്കാൽപ്പിംഗ് മെത്തഡാണ്. സ്കാൽപ്പിംഗ് മെത്തഡ് എന്ന് പറഞ്ഞാൽ ആ ട്രേഡുകൾ എപ്പോഴും ചിലപ്പോൾ കുറച്ച് സെക്കൻഡുകളിലേക്കോ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകളിലേക്കോ മാത്രമായിരിക്കും. അതിനു മുമ്പ് നമ്മൾ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യും. ഒരു റേഞ്ച് ബൗണ്ടായ മാർക്കറ്റും DK, ഈ 2 പ്രശ്നങ്ങളാണ് ഓപ്ഷൻ ബയേഴ്സ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. സ്കാൽപ്പിംഗ് ട്രേഡ് പൊതുവെ ചെറിയ പോയിന്റുകൾ വെച്ച് വളരെ കുറച്ച് നിമിഷങ്ങൾക്കകം നമ്മൾ എൻട്രി എക്സിറ്റ് ചെയ്യുന്നത് മൂലം നമുക്ക് ഈ DK ഒരു പരിധിവരെ ഒഴിവാക്കാം. കൂടാതെ ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റിൽ നിന്നും എക്സിറ്റ് ആവാം. ഒരു പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റത്തോടുകൂടി ഒരു സിസ്റ്റമാറ്റിക് ട്രേഡർ ആയാൽ മാത്രമേ നമുക്ക് ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അതായത് ഡെയിലി ഒരു നിശ്ചിത പ്രോഫിറ്റ് ടാർഗറ്റ് വെക്കണം. പിന്നെ ആ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ വെറുതെ പിന്നെ ഇരിക്കാൻ പാടില്ല. അതായത് പിന്നീട് ഓവർ ട്രേഡ് ചെയ്ത് ആ ഉണ്ടാക്കിയ പ്രോഫിറ്റ് നമ്മൾ കളയും. അതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെ പോയാലും നമുക്ക് പിന്നെ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ദിവസത്തെ പ്രോഫിറ്റ് കിട്ടിയാൽ എക്സിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലോസ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ റിവെഞ്ച് ട്രേഡ് ചെയ്ത് അത് അന്ന് തന്നെ പിടിച്ച് അടങ്ങുമെന്നുള്ള വാശി മാറ്റുക. അങ്ങനെ ചെയ്യുന്നത് വഴി കൂടുതൽ ക്യാപിറ്റൽ ലോസ് ഉണ്ടാവാതെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് നിഫ്റ്റി ഓപ്ഷൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് നിങ്ങൾക്ക് 40 പോയിൻ്റാണ് ഒരു ദിവസം ആവശ്യമെങ്കിൽ 40 പോയിന്റ് ഒറ്റ ട്രേഡിൽ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒരു 4-5 ട്രേഡ് വെച്ചിട്ട് നമുക്കൊരു 40 പോയിന്റ് നിഫ്റ്റിയിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതായത് റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ ഒരു 10 പോയിന്റ് വീതം മാർക്കറ്റ് താഴേക്ക് പോയാലും മുകളിലേക്ക് പോയാലും ക്യാപ്ചർ ചെയ്യാന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതായത് ഒരു 10 പോയിന്റ് നമ്മൾ ടാർഗറ്റ് വെച്ചാൽ ഇത് താഴേക്കോ മുകളിലേക്കോ പോയാലും നമുക്ക് സേഫ് ആയിട്ട് ഈ 10 പോയിന്റ് ഒരു ചെറിയ റിസ്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു
ഡെയിലി ആവശ്യത്തിനനുസരിച്ച്, അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു 5 ലോട്ട് നിഫ്റ്റി, ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ലോട്ട് 25ആണ്. ആ 5 ലോട്ട് നമ്മൾ ഒരു ദിവസം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 40 പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ ദിവസം ഒരു 5000 രൂപ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് കൂടുതൽ പൈസയാണ് ടാർഗറ്റെങ്കിൽ നിങ്ങൾ പോയിന്റ്സ് കുറച്ചിട്ട്, അതായത് ഒരു 40 പോയിന്റോ 50 പോയിന്റോ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ ലോട്ട് സൈസ് കൂട്ടുക. അതാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരു ലോട്ട് വെച്ച് നമ്മൾ മാക്സിമം പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഈ സൈഡ് വേസ് മാർക്കറ്റിൽ ലോസുകളാണ് കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഇല്ലാത്തവരും അല്ലെങ്കിൽ ഇത് ഒരു ഇമോഷൻ കൺട്രോൾ ഇല്ലാത്തവർക്കും പറ്റിയ വേറൊരു പരിപാടിയാണ് ആൽഗോ ട്രേഡിംഗ്. ആൽഗോ ട്രേഡിങ്ങിനെ കുറിച്ച് പലരും കേട്ട് കാണും. ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു സെറ്റപ്പ്, അതായത് ഒരു റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്തുതന്നെ ആയിക്കോട്ടെ, ആ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് നമ്മൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൂടെ ഒരു ആപ്ലിക്കേഷൻ ആക്കുകയും ആ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ബ്രോക്കറായി കണക്ട് ചെയ്യുകയും ഈ ആപ്ലിക്കേഷൻ പ്രീ ഡിഫൈൻഡ് റൂളുകൾ അനുസരിച്ച് ബൈയും സെല്ലും ചെയ്തതാണ് ഒരു ആൽഗോ ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള ഒരു ഇമോഷൻസോ ഒന്നുമില്ല. ഒരു കമ്പ്യൂട്ടറാണ് ട്രേഡ് എടുക്കുന്നത്. അത് നിങ്ങൾ ചെയ്തു വെച്ച റൂളിനെ അടിസ്ഥാനമാക്കി. ആൽഗോ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഡേ ട്രേഡിംഗ് എന്നത് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്നത് പെട്ടെന്ന് തന്നെ സെറ്റാകുന്ന ഒരു കാര്യമല്ല. ഇതിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ പ്രിസർവേഷൻ, നല്ല റിസ്ക് മാനേജ്മെൻറ്റോട് കൂടി നമ്മൾ ട്രേഡുകൾ ചെയ്യുക. ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുകയായിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് എയിം. എന്നാലേ നമുക്ക് ദീർഘകാലം മാർക്കറ്റിൽ നിലനിൽക്കാനാവൂ. അതുകൊണ്ട് പൊസിഷൻ സൈസിംഗ് എല്ലാം കറക്റ്റ് ചെയ്യുക. ഇന്ന് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി എഴുതുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏതെങ്കിലും സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.